എനിക്കറിയില്ല എന്താ നീന ഇന്ന് അമ്മ എന്താ ഉണ്ടാക്കാന്ന് അറിയാം നിനക്ക്? നമുക്ക് ഇരിക്കുന്ന സാധനങ്ങളെ കണ്ടിട്ട് ഒന്നും തോന്നണില്ലേ? നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയാലോ? പഴംപൊരി നിനക്ക് ഇഷ്ടം? പക്ഷെ ഇന്ന് അമ്മ ഉണ്ടാക്കുന്നത് പഴംപൊരിയല്ല. ഈ ഇത്ര സാധനങ്ങളൊക്കെ വേണോ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട്? അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ അമ്മ എടുത്ത് വെച്ചേനെ? എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കി? ഇവിടെ പഴമുണ്ട്, തേങ്ങയുണ്ട്, കാഷ്യൂ ഉണ്ട്, പഞ്ചസാര ഉണ്ട്, കണ്ടൻസ് മിൽക്ക് ഉണ്ട്, പാലുണ്ട്, ബ്രെഡ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള പലഹാരം നീ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെ? പഴംപൊരിയിൽ നമ്മളിതൊന്നും ചേർക്കില്ലല്ലോ. അപ്പൊ ഇന്ന് അമ്മ ഒരു പുതിയ സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകണ്ട. നീ കഴിച്ചിട്ടില്ല, അമ്മ മാത്രമേ കഴിച്ചു നോക്കിയിട്ടുള്ളൂ. ഇത് അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന റെസിപ്പിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കണത് ബ്രെഡിന്റെ ഉള്ളില് പഴം കൊണ്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് പാലിൽ മുക്കിയിട്ട് നമ്മൾ പൊരിച്ചിട്ട് എടുക്കും. അങ്ങനെ പാലിൽ മുക്കിയിട്ട് പൊരിച്ചിട്ട് എടുക്കുമ്പോൾ ആ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ റെഡി ആക്കി കഴിഞ്ഞിട്ട് നീന പറയണം ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ എടുത്ത് ചെയ്യുന്നത്? നമുക്ക് വലിയ പഴം, നമ്മളിവിടെ ഏത്തപ്പഴമാണ് പുഴുങ്ങിയിട്ട് എടുത്തേക്കുന്നത്. പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, പഴം പഴുത്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? അത് നമ്മൾ സാധാരണ അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ അമ്മ പഴംപൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് സ്കൂൾ വരുമ്പോൾ അമ്മ ഉണ്ടാക്കാറില്ല അല്ലേ? അപ്പൊ അമ്മ എന്താ കാരണം പറയാ? ശരിക്കും പഴം പഴുത്തിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്ന എന്ത് സാധനവും ആ പഴത്തിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടിരിക്കും നമ്മൾ ഉണ്ടാക്കി വരുന്ന സാധനത്തിന്റെ ടേസ്റ്റ്. അപ്പൊ പഴം നന്നായിട്ട് പഴുക്കണം. അപ്പൊ അമ്മയുടെ പഴുത്ത പഴം അമ്മ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതമ്മ കുക്കറിൽ ഇട്ടിട്ടാണ് പുഴുങ്ങിയിട്ടെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങിയിട്ടെടുക്കാം. പക്ഷെ കുക്കറിലാവുമ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി, അപ്പൊ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ ഇതിന്റെ ചൂട് അറിയിട്ടില്ല കേട്ടോ. ചൂടാറിനേലും മുമ്പ് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ചെറിയ ചൂടില്ലേ, അപ്പൊ അതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും. പിന്നെ എന്താ എടുത്ത് ചെയ്യണത്? തേങ്ങ. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെടുത്തന്നെ അതാ പോയിക്കും. പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. പിന്നെ എന്തെടുത്തന്നെ പാലും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാം. പഴത്തിന്റെ കൊണ്ടുപോയി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയ്ക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം ഇതിലേക്ക് ചേർക്കണ ഒന്നിനും കറക്റ്റ് അളവില്ല കേട്ടോ. എല്ലാവരും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പൊ തേങ്ങ ചേർക്കാം. അത് ഫുള്ള് ചേർത്തോ? മൊത്തം ചേർക്ക് വേഗം. അപ്പൊ ഞാനിവിടെ ഒരു 1.5 പിടി തേങ്ങയായിട്ട് ചേർത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തേങ്ങ അത്രയ്ക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എന്താ ചേർക്കാം? കാഷ്നട്ട് ചേർക്കാം. കാഷ്നട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഇപ്പൊ കാഷ്നട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്നട്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കാഷ്നട്ടിന് പകരം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. അപ്പൊ കാഷ്നട്ട് ചേർക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇപ്പൊ എന്തൊക്കെയാ ചേർത്തത്? തേങ്ങ, പഴം, കാഷ്നട്ട്. ഇനി നമുക്ക് എന്താ ചേർക്കാനുള്ളത്? പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അല്ലടി, പഞ്ചസാര. ഓക്കെ. അപ്പൊ പഴത്തിന് നല്ല മധുരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് കൂടുതൽ മധുരമാണ് ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ കൂടുതൽ മധുരം ചേർക്കാം. അല്ല ഇത്ര മതി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആര് മിക്സ് ചെയ്യും? ഓക്കെ. എല്ലാ വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ കുഴക്കി ചോറ് കുഴച്ച് തന്നില്ലേ നമ്മള്, അതേപോലെ. ഇപ്പൊ പഴത്തിന്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മിക്സിങ് അങ്ങോട്ട് നീക്കി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കണ്ടൻസ് മിൽക്കും പിന്നെ പാലുമാണ്. അത് നമുക്ക് ഇപ്പൊ ചേർക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുക്കുമ്പോൾ ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കാം അല്ലേ? നിനക്ക് ഏത് ടൈപ്പ് ബ്രെഡാണ് കൂടുതൽ ഇഷ്ടം? അവർക്ക് വൈറ്റ് ബ്രെഡാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും വൈറ്റ് ബ്രെഡ് ആയിരിക്കും ഇഷ്ടം. വൈറ്റ് ബ്രെഡ് ആകുമ്പോൾ എന്താ വൈറ്റ് ബ്രെഡിന്റെ പ്രത്യേകത എന്താ?
എന്ത് വൈറ്റ് ബ്രെഡ് ഇഷ്ടാവാൻ എന്താ കാരണം? കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്നിട്ട് വേറെ എന്താ കാരണം? ടേസ്റ്റ് മാത്രമല്ലല്ലോ, വേറെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ടേസ്റ്റ് മാത്രം അല്ലാണ്ട് പിന്നെ വേറെ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ്നെസ് ഇല്ലേ, അതല്ലേ മെയിൻ ആയിട്ടുള്ള കാരണം നിങ്ങൾക്ക് ഇഷ്ടാവാനുണ്ട്. ആ ടേസ്റ്റ് ഇഷ്ടമാണ്, പിന്നെ സോഫ്റ്റ്നെസ് ഉണ്ട്. വീറ്റൊക്കെ ആകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല അല്ലേ. വൈറ്റ് ബ്രെഡ് ആകുമ്പോൾ എനിക്കാണ് കുട്ടികൾക്ക് എല്ലാവർക്കും വൈറ്റ് ബ്രെഡ് ആയിരിക്കും ഇഷ്ടം. അപ്പൊ നമുക്ക് ഇനി ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിന് എന്താ ചെയ്യണ്ടേ? ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്യണോ അല്ലെങ്കിൽ കട്ട് ചെയ്യാണ്ട് ഉണ്ടാക്കണോ? കട്ട് ചെയ്യണം. എനിക്കാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ബ്രെഡിന്റെ സൈഡ് അത്രയ്ക്ക് ഇഷ്ടമില്ല. സൈഡ് കൊണ്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്തായിരുന്നല്ലോ അതിനൊന്ന് സോഫ്റ്റ് ആക്കാം. അപ്പൊ നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്യാം അല്ലേ. എങ്ങനെ കട്ട് ചെയ്യും? സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാം അല്ലേ. ആര് കട്ട് ചെയ്യും? ഞാൻ ചെയ്യോ നീ ചെയ്യോ? ഓക്കെ. നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കേണ്ട ഈ സൈഡ് മാത്രം കട്ട് ചെയ്ത് കളയാം അല്ലേ. പൈസ കൊടുത്ത് വാങ്ങുന്നല്ലേ. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. ഈ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അല്ല, ഈ കട്ട് ചെയ്ത് എടുക്കുന്ന പീസ് നമ്മൾ എന്ത് ചെയ്യും? ആ കട്ട് ചെയ്ത് എടുക്കുന്ന പീസ് ഞങ്ങൾ കോഴിക്ക് കൊടുക്കും. ഞങ്ങളുടെ കോഴിക്കും ഭയങ്കര ഇഷ്ടമല്ല അല്ലേ വൈറ്റ് ബ്രെഡ്. ഓക്കെ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് നമ്മൾ ഈ ചപ്പാത്തി പോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കണം അല്ലേ. ഒന്ന് പരത്തി. നമ്മൾ എന്ത് ചെയ്തേ? ബ്രെഡിനെ ഇതേപോലെ എന്നെ ഫ്ലാറ്റൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ പഴത്തിന്റെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. പരത്തിയിട്ട് എടുക്കുമ്പോൾ ഒട്ടും കനം പാടില്ല കേട്ടോ. കനം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? പൊട്ടിപ്പോവും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് വെച്ചിട്ട് ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ പൊട്ടിപ്പോവും അല്ലേ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഏത്തപ്പഴത്തിന്റെ ഫില്ലിങ് ഉണ്ടല്ലോ, ആ ഫില്ലിംഗ് ആണ് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പൊ ഒരുപാട് കനത്തിൽ വെക്കേണ്ട കേട്ടോ. കുറേ കനത്തിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പഴത്തിൻ്റെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ നമുക്കറിയാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയ്ക്ക് ചേർത്താൽ മതി കേട്ടോ, കാരണം കുറേ അങ്ങോട്ട് ചേർക്കണ്ട. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഈ ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. 2 ഉണ്ടാക്കി. ഇനി ബാക്കിയുള്ളത് ആരുണ്ടാക്കും? ഓക്കെ. ഇനി 2 അല്ല. ഈ ഫില്ലിങ്ങിന് നമുക്ക് എന്തോരം പറ്റുന്ന വെച്ചാൽ അത്രയ്ക്ക് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ നമുക്കൊരു 5 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എടുത്തേക്കണം അത്രയ്ക്ക് ഫില്ലിങ് വെച്ചിട്ട്. അപ്പം ഈ ബാക്കിയുള്ളതും കൂടിയിട്ട് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. നിന്നയുടെ ഹോംവർക്ക് കഴിഞ്ഞാൽ? ഓക്കെ. നിങ്ങൾക്ക് ഹോംവർക്ക് കുറേ ഉണ്ടാ? നീ സ്കൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ എന്തോരം നേരം ഹോംവർക്ക് ചെയ്യാം? എത്ര നേരം ഉണ്ടാവും ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? എന്നാലും കൂടി പോയി എന്തോരം സമയം ഉണ്ടാവും? 1 മണിക്കൂർ. 1 മണിക്കൂർ അത്രയ്ക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെ ഹോംവർക്ക്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഹൈസ്കൂൾ എത്തണ വരെ അധികം ഒന്നും പഠിക്കാനൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ വന്നിട്ട് അധികം ഒന്നും പഠിക്കാറൊന്നുമില്ല. പക്ഷെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാത്തിനും ഒരു 97 കൂടുതൽ മാർക്ക് എല്ലാത്തിനും ഉണ്ട് അല്ലേ. ഏതിനാ കുറവല്ലേ? മാത്തിന് എത്ര? 97. അതിനാണോ കുറവ്? ഓക്കെ. നീന നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഇവിടെ പിള്ളേർക്ക് ശരിക്കും നമ്മുടെ നാട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേ പഠിക്കാനുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഹൈസ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കുറേ പഠിക്കാനുണ്ടാവും. പക്ഷെ ഫസ്റ്റ് ഗ്രേഡ് തുടങ്ങിയിട്ട് കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ട് പിന്നെ 5th ഗ്രേഡ് വരെ എക്സാം ഒന്നുമില്ല അല്ലേ. അത് നിർബന്ധമല്ല, അത് കമ്പൽസറി അല്ല. ശരിക്കും ഇവിടെ എന്താ നമ്മുടെ നാട്ടിൽ LKG തുടങ്ങിയിട്ട് 5th ഗ്രേഡ് വരെ ഇവിടെ എക്സാം ഒന്നുമില്ല കുട്ടികൾക്ക്. ഇവിടെ കിൻഡർ ഗാർഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ LKG UKG ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലെ LKG UKG പോലെ ഇവിടെ ഒരെണ്ണുള്ളൂ, ഇവിടെ കിൻഡർ ഗാർഡൻ ഉള്ളൂ. പ്രീ കെ അങ്ങനെ കമ്പൽസറി ഒന്നുമല്ലല്ലോ.
പ്രീ കെ കമ്പൽസറി അല്ല. അപ്പോൾ കിൻഡർ ഗാർഡൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫസ്റ്റ് ഗ്രേഡിലേക്കാണ് പോണത്. അപ്പോൾ കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ട് 5th ഗ്രേഡ് വരെ എക്സാം ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മിഡിൽ സ്കൂളിലേക്കാണ് പോണത്. അപ്പോൾ ഈ വർഷം നീന മിഡിൽ സ്കൂളിലാണ് പോയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അവളുടെ മറ്റേ എലിമെന്ററി സ്കൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ട് 5th ഗ്രേഡ് വരെ. അത് ഞങ്ങളുടെ വീടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ സ്കൂൾ കാണാം. അപ്പോൾ ഈ വർഷം അവള് മിഡിൽ സ്കൂളിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ മിഡിൽ സ്കൂളിലായിരുന്നാലും അങ്ങനെ ഒരുപാട് പഠിക്കാനൊന്നുമില്ല. പക്ഷെ നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വലിയമ്മയുടെ എൻ്റെ ചേച്ചിയുടെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ അവർക്ക് എന്നും ക്ലാസ് അല്ലേ, സാറ്റർഡേ എല്ലാ സാറ്റർഡേയും ക്ലാസ് ഉണ്ട്. പിന്നെ കുറെ പഠിക്കാനുണ്ട്. അപ്പൊ അവര് ഇവരുടെ അടുത്ത് ചോദിക്കും ചെന്ന് കഴിഞ്ഞപ്പോ പഠിക്കുന്ന വിശേഷങ്ങളൊക്കെ അല്ലേ ചോദിക്കും. അപ്പൊ അവരെന്താ പറയാ, അയ്യോ ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് പഠിക്കണമെന്നല്ലേ അങ്ങനെ പറയാറില്ലേ? അവിടെ പഠിക്കാൻ സുഖാന്ന് പറയാറില്ലേ? അവിടെ പഠിക്കാൻ വേണ്ടിട്ട് സുഖാന്ന് പറയാറുണ്ട്. അപ്പൊ സാധാരണ ഇവിടെ ഓരോ ക്ലാസ്സിൽ ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കുട്ടികളുണ്ടാവുമല്ലോ. ടീച്ചർമാർക്ക് തന്നെ ഒരു പീരീഡില് കുട്ടികളെ കണ്ടുവരുമ്പോഴേക്കും ആ ക്ലാസ്സിലെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഓരോ ക്ലാസ്സിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 21 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. പിന്നെ ടീച്ചറൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും അല്ലെ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചറൊന്നായിട്ട് മമ്മിയുടെ സമയത്തൊന്നും ടീച്ചർമാരായിട്ടൊന്നും അങ്ങനെ വലിയ കുട്ടികളെ അങ്ങനെ വലിയ കമ്പനി ഒന്നല്ല. ടീച്ചർമാരെന്തോ വലിയ ആൾക്കാരുടെ പോലെ ഇങ്ങനെ വരാം. അധികമൊന്നും നമ്മുടെ അടുത്തൊന്നും അധികം മിണ്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും എനിക്ക് തോന്നുന്നു ടീച്ചർമാരൊക്കെ ആയിരുന്നാലും കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ അവർക്ക് ടീച്ചർമാരെയാണ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അല്ലേ. ടീച്ചർമാർ ഭയങ്കര ഇഷ്ടമല്ലേ. ഓക്കെ. ഇപ്പൊ നീന നമ്മുടെ എല്ലാവരും നമ്മള് ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയ്ക്ക് ഫില്ലിങ് വെച്ചിട്ട് 5 എണ്ണം കേട്ടോ ഇതേപോലത്തെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഞാനിവിടെ പാനിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ബട്ടർ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്തിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടറിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓയിലിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിൽ ചെയ്യാം. അപ്പം ഞാനിവിടെ ബട്ടറിലാണ് ചെയ്യുന്നത്. പാൻ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ ഒന്ന് പതുക്കെ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബട്ടറിൻ്റെ കളർ അങ്ങോട്ട് പെട്ടെന്നായിട്ട് മാറിപ്പോകും. ഇനി ഇതിൽ നിന്ന് ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ പാലിലൊന്ന് മുക്കുക. പാലിൽ മുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പം തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. അത് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടാം. അങ്ങനെ ഒരു സൈഡ് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് നമ്മൾ പാലിൽ മുക്കിയേക്കാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമ്മൾ ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ബട്ടർ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്കിപ്പോൾ ഓയിലിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിൽ ചെയ്യാം. പക്ഷെ ബട്ടറിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളർ വരണം. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. നീന, നമ്മുടെ പലഹാരം റെഡി ചെയ്യാം. പലഹാരം എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിട്ട്? എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ഓക്കെ, നീ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്ന? ഇല്ല. ഓക്കെ, നീ ഒന്ന് കഴിച്ചു നോക്ക്. ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറയാം. നല്ല സോഫ്റ്റ് ആണ്. ബ്രെഡ് ആണല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. അപ്പൊ തേങ്ങയുടെ സ്വീറ്റ്നെസ് വേണം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തപ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഇങ്ങനെയുടെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. എല്ലാവർക്കും നല്ല ഇഷ്ടാവും അല്ലേ. പിന്നെ വലിയവർക്കായിരുന്നാലും നല്ല ഇഷ്ടാവും അല്ലേ. അമ്മ ഒന്ന് കഴിച്ചോണ്ടേ. ഞാൻ ചേർത്തേക്കുന്നത് എല്ലാവരും നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മ കഴിച്ചിട്ട് പിന്നെ ടേസ്റ്റ് ഉണ്ടോന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്നത് എല്ലാവരും നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നീനയുടെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും അല്ലെ. അവരുണ്ടാക്കി നോക്കട്ടെ അല്ലെ. അവർക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റുമോ? ചെയ്യാൻ പറ്റും. അമ്മയുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നീനയുടെ പ്രായമുള്ള കുട്ടികളൊക്കെ ആയിരുന്നാലും അമ്മമാരുടെ കൂടെ
ഉണ്ടാക്കി നോക്കാം അല്ലേ? ആ പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അതുണ്ടാവും. അമ്മ ഉണ്ടാക്കി തന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അല്ലേ? ആ ഓക്കെ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടം.